സജു, എന്തായി ഡൽഹി മലയാളികളുടെ ഓണാഘോഷം? ദിവ്യ, എന്തായാലും മലയാളികൾ എവിടെയായിരിക്കുന്നു അവിടെയാണ് അവരുടെ ഓണാഘോഷം. എന്തായാലും ഡൽഹി മലയാളികൾ അവിടെ ഓണം പൊടി പൊടിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിരവധിയായിട്ടുള്ള മലയാളികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണവും അതായത് സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. 31 ഒരുക്കിയുള്ള സദ്യയാണ് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ ഈ അത്തപ്പൂക്കളം അതിനോടൊപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെയാണ് വിദ്യാർത്ഥികളടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായി 7 മണിക്കൂറെടുത്താണ് ഈ അത്തപ്പൂക്കളം പൂർത്തിയാക്കിയത്. നമ്മൾ രാവിലെ ഇവിടെ വന്നപ്പോൾ ഇതിന്റെയൊക്കെയും പണി അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 8 മണിക്കൂറോളം എടുത്തുകൊണ്ടാണ് ഈ അത്തപ്പൂക്കളം പൂർത്തിയാക്കിയത്. അത്തരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഓണാഘോഷ പരിപാടിയാണ് ഇപ്പോൾ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ ആഘോഷങ്ങളും ഡൽഹിയിൽ ആരംഭിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പൗരാണികമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം. അവിടെ എത്തി എല്ലാവരും സന്തോഷം പങ്കിടുന്നു, പരസ്പരം കാണുന്നു, ഓണസദ്യയിൽ പങ്കെടുക്കുന്നതിന് ശേഷം ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ പലതരത്തിലുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അത്തരത്തിൽ വളരെ വിപുലമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഡൽഹി മലയാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഡൽഹിയിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവരോട് തന്നെ ഒന്ന് സംസാരിക്കാം. എത്തരത്തിലാണ് ഇവരുടെ ഓണാഘോഷ പരിപാടികൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് നമുക്കറിയാം. ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു വികാരം എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലായിരുന്നവർ ഇവിടേക്ക് വർഷം കൊണ്ട് കുടിയേറി പാർത്തു അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടേക്കും ഡൽഹിയിലേക്ക് വന്നവരാണ്. അപ്പോൾ അവരുടെ ആഗ്രഹം ഏറ്റവും പ്രധാനമായിട്ടും ഓണം നാട്ടിലെക്കാട്ടിലും കെങ്കേമാക്കണം അല്ലെങ്കിൽ പൊടി പൊടിക്കണം എന്നുള്ളത് തന്നെയാണ്.